ടെൽ മീ സർ. ശ്രീകർ എന്നൊരുത്തൻ ആവനി എന്ന പെൺകുട്ടിയുടെ കൂടെ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അവരേത് റൂമിലാണ് ഉള്ളത്? നീങ്ക ആര്? എന്റെ ഡീറ്റെയിൽസ് തൽക്കാലം നീ അറിയണ്ട. ആദ്യം അവരേത് റൂമിലാണ് ഉള്ളതെന്ന് പറയടാ. நீங்க யாருன்னு புரியாத இந்த நேரத்துல அதெல்லாம் சொல்ல முடியாது சார். ഈ സമയത്ത് ഇത് ആരായിരിക്കും? ആരെയും കാണുന്നില്ലല്ലോ. ഇത്ര ദൂരത്ത് വന്ന് ഒളിച്ച എന്റെ കണ്ണിൽ പെടില്ലെന്ന് കരുതിയോ നീ? കൈ കൊണ്ടടിച്ചതായിരുന്നെങ്കിൽ നിന്റെ ഈ കുഞ്ഞു കൈകള് പതുക്കെ എന്റെ ദേഹത്തൊന്ന് തട്ടിയെന്ന് ഞാൻ കരുതുമായിരുന്നു. ചെരുപ്പ് കൊണ്ടാ നീ അടിച്ചത്. അങ്ങനെ വിട്ടുകളയുമെന്ന് കരുതിയോ നീ? നിന്റെ രക്ഷകനായ മറ്റവന്റെ കാര്യം ഞാൻ പിന്നീട് നോക്കിക്കോളാം. ആദ്യം നിനക്കുള്ളത് തരാം. നിന്നെ ഞാൻ ആഗ്രഹിച്ചു പോയി. എങ്ങനെ വിടാൻ കഴിയും? എത്ര അലറിയാലും നിന്നെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല. ആര് വന്നാലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ലടേ. ഇങ്ങോട്ട് അവനിയുടെ കയ്യിൽ നിന്ന് വിടടാ. ആവണി എന്റേതാ, എന്റെ സ്വന്തം. അതിനിടയ്ക്ക് നീ ആരടാ? അവിടെ വിടടാ. ഹൈപ്പ് കേറുന്നടാ. അവൻ ഇനി എണീക്കില്ലടേ. അവൻ തീർന്നു.
താനെന്താ ഉറങ്ങാത്തെ? ഇതെന്തു പറ്റി? ഞാൻ കട്ടില് മാറ്റിയിട്ടല്ലേ? ഇതെന്താ വീണ്ടും അടുപ്പിച്ചേ? എന്തോ ദുസ്വപ്നം കണ്ടു. പേടി തോന്നിയപ്പോ അതുകൊണ്ടാ. ഇതുകൊണ്ടാ ഞാൻ അവിടെ കിടന്നോളാന്ന് പറഞ്ഞത്. സാരമില്ല ശ്രീക, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നോളൂ, ഞാൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടന്നോളാം. ശരി, തനിക്ക് എന്താ കംഫർട്ട് എന്ന് വെച്ചാ അങ്ങനെ ചെയ്തോളൂ. ഞാൻ കൂടെയുണ്ട്, നീ ഒന്നിനെ പറ്റിയും പേടിക്കണ്ട. നമ്മുടെ ഉറക്കം പോയ സ്ഥിതിക്ക് ഏതായാലും ഉറക്കം വരുന്നത് വരെ എന്തേലും സംസാരിക്കാം. ഓക്കെ അല്ലേ? എന്റെ മകനുമായി ജീവിതം ആരംഭിക്കാൻ പോകുന്ന ഈ പെൺകുട്ടി എന്ന് വരുമെന്നും എങ്ങനെ വരുമെന്നൊക്കെ ആലോചിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നവളാ ഞാൻ. നാളുകൾക്ക് ശേഷം എന്റെ മുൻപിലെത്തുമ്പോ എനിക്കെല്ലാം ശുഭസൂചനയായിട്ടാ തോന്നുന്നത്. എന്താ ശബ്ദം? വാ നോക്കാം. അമ്മേ, എന്തു പറ്റി അമ്മേ? ഇതുവരെ ഇല്ലാത്തത് ഇപ്പൊ സംഭവിച്ചത് എന്താ? ഞാൻ കാരണം എന്തെങ്കിലും അപമാനം സംഭവിച്ചോ അമ്മേ? അപമാനം ഉണ്ടാവാൻ ഇടയില്ല, പക്ഷേ ഇതെന്തോ സൂചനയാണെന്ന് തോന്നുന്നുണ്ട്. എന്തിന്റെ സൂചനയാണെന്ന്? ശ്രീകറിന് വേണ്ടി നോക്കിയ ആലോചന നടക്കില്ലെന്ന് സൂചന തന്ന പോലെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞില്ലേ? നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. നിന്റെ വായിന്ന് എന്താ നല്ലതൊന്നും വരില്ലേ? ലാവണ്യ പറഞ്ഞ കാര്യത്തില് എന്ത് തെറ്റാ ഉള്ളത്? ഇങ്ങനെ സംഭവിക്കുന്നത് സൂചനകൾ തന്നെയല്ലേ? ദീപങ്ങൾ അണയുന്നതും പല്ലി മുന്നി വന്ന് വീഴുന്നതും ഇതിനൊക്കെ തെളിവല്ലേ? നല്ലതൊന്നും വരില്ലേ എന്ന് ചോദിക്കുന്നില്ലേ? വീടുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നം നമ്മളെ താറുമാറാക്കാൻ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി കുറച്ച് ജാഗ്രത വേണം വേദവതി എന്ന് സാക്ഷാൽ ശ്രീ അന്നപൂർണ പറഞ്ഞതുപോലെ കരുതിയാ മതി. അമ്മേ, ബാക്കിയൊക്കെ അമ്മയുടെ ഇഷ്ടം. അമ്മയുടെ തീരുമാനങ്ങളെ വേണ്ടെന്ന് പറയല്ല. അമ്മയുടെ ആജ്ഞകളെ ഞങ്ങൾ തടുക്കില്ല. എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ പറയുന്നത്. അമ്മേ, ഈ ആലോചന വേണ്ടാന്ന് വെച്ചൂടെ? ജാതകം ചേരുന്നൊരു ബന്ധം കിട്ടണമെന്ന് എത്ര സ്വപ്നം കണ്ടതാ. സ്വപ്നത്തിൽ പോലും ഈ ബന്ധം വേണ്ടെന്ന് വെക്കില്ല. എന്റെ മകളെ കൊണ്ട് കെട്ടിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് പറയുന്നല്ല അമ്മേ. ഈ വീട്ടിൽ എന്തോ അനിഷ്ടം സംഭവിക്കാൻ പോകുന്നെന്ന് ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. ദയവേത് ഞാൻ പറയുന്ന കേക്ക്. എന്തു പറ്റി?
നോക്കേട്ടാ, അമ്മയുടെ പെട്ടി താഴെ വീണ് കിടക്കുന്നു. ഇതെല്ലാം താഴെ ചിതറിക്കിടക്കുമായിരുന്നു ഏട്ടാ. ഇത്ര വർഷങ്ങളായിട്ടും ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് പേടിയാവാ എനിക്ക്. ഇവരാണെങ്കിൽ ഇത് അപമാനമാണ്, അനിഷ്ടമാണ്, ഇതൊക്കെ ദുശകനാ, കല്യാണം നടത്തണ്ടെന്നും പറഞ്ഞ് അതുപോലെ തന്നെ ഇതമ്മയുടെ സന്ദേശമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തോ? ഇവർ അനാവശ്യമായിട്ട് ആലോചിച്ചു കൂട്ടുന്നതാ. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്ര നിസ്സാരമായിട്ട് എടുക്കുന്നത് എന്താച്ചാ? ഒരു ദിവസം ഈ പെട്ടി ഞാനൊന്ന് തൊടാൻ വേണ്ടി വന്നപ്പോ എന്തോ പ്രളയം വന്ന പോലെയാ അമ്മ എന്നോട് പെരുമാറിയത്. ഇപ്പൊ നിങ്ങളെന്തോ ഇതൊന്നും വലിയ കാര്യമല്ലാത്ത പോലെ സംസാരിക്കുന്നു. ഇപ്പോഴാ ജനാലയിലൂടെ ഒരു പൂച്ച പുറത്തേക്ക് പോന്ന് കണ്ടത്. ആ സമയത്താണെങ്കിൽ എന്തോ താഴെ വീഴുന്ന ശബ്ദവും കേട്ടിരുന്നു. ഇതൊരു സന്ദേശമല്ല, കേവലം പൂച്ച ചെയ്ത പണി. ഒരവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ ചെയ്യരുത്. ആദ്യം നിങ്ങൾ പുറത്തേക്ക് പോകണം. വേദ, ഒരു ചെറിയ വിഷയമല്ലേ, അവര് പറഞ്ഞെന്ന് വെച്ച് ഒരുപാടൊന്നും ആലോചിക്കണ്ട. സത്യമായിട്ടും പൂച്ച തള്ളിയിട്ടതാണോ? അതെ. എന്റെ ഹൃദയം തകർന്ന് നിലത്ത് വീണതുപോലെ തോന്നി എനിക്ക്. ടെൻഷൻ ആവണ്ട. അമ്മയെ പേടിപ്പിക്കാൻ വേണ്ടി വായി വന്നതൊക്കെ പറഞ്ഞതാ. അച്ഛൻ വന്നു കയറി എല്ലാം ഒറ്റയടിക്ക് നശിപ്പിച്ചു. അല്ല ചേച്ചി, സംതിങ് ഈസ് റോങ്. പൂച്ച തള്ളിയിട്ടാലും കാറ്റ് വന്നാലും ഏത് വിധത്തിൽ സംഭവിച്ചാലും എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്. வாங்க. என்ன சார் இப்படி வந்திருக்கீங்க? ஏதாவது இல்லீகல் ஆக்டிவிட்டீஸ்? நோ சார். முதல்ல மாஸ்டர் கீ கொடுமா. சார் எல்லாரும் நல்ல ஆளுங்க சார், நீங்க போய் டோர் தட்டுங்க சார். அப்படியெல்லாம் செஞ்சா நல்ல ரிலேஷன் தான் சொல்லுவாங்கம்மா. திருடன் என்னக்காவது நான் திருடன் தான் ஒத்துக்கிறதில்லை. கீஸ் கொடுமா. கான்ஸ்டபிள். എന്താ സാറേ? ஒன்றும் இல்லை சார், ரைடு க்ளோஸ் பண்ணுங்க. வாங்க. டேய் வெளியே தெரிஞ்சா கான்ஸ்டபிள் வண்டி எடுத்துங்க. போங்க செல்வி போங்க போங்க வண்டியில வாங்க, வாங்க. சீக்கிரம். போங்க ஐயா, போ. வாப்பா. டேய் எந்த ஊரு?
നിങ്ങൾ അകത്തേക്ക് എങ്ങനെ എത്തി? മലയാളിയാ? എവിടെയാടാ മോനെ നിന്റെ വീട്? കൊച്ചിയിലാണ് സർ. ചെന്നൈയിലേക്ക് എന്തിനാടാ വന്നത്? കമ്പനി മീറ്റിംഗിനായിട്ട് വന്നത് സർ. എന്ന റിലേഷൻ? സർ അത് കേക്കറില്ലേ? എന്ന റിലേഷൻ? എനിക്ക് നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്. ദയവേത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് സർ. പിന്നെ എങ്ങനെ ഒരുമിച്ച് കിടക്കണം? അവൾ എന്നാ നിന്റെ ഭാര്യ? നോ സർ. വൈഫും ഹസ്ബൻഡും ഒന്നും അല്ലെങ്കിൽ ഓൺ ദ ക്ലോസ്നെസ് എപ്പിടി? സർ അത് ആക്ച്വലി രാത്രി അവൾക്ക് പേടിയായപ്പോ. ஏய் என்கிட்ட இந்த கதை சொல்ற வேலையில ஆகாது. உன்ன மாதிரி நிறைய பேரை நான் பார்த்திருக்கேன். எதுவா இருந்தாலும் സ്റ്റേഷനിൽ വന്ന് பேசிக்க വാ. സ്റ്റേഷനിലേക്കൊക്കെ എന്തിനാ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? റൈറ്റും റോങ്ങും സ്റ്റേഷനിലെ പറയാം. എന്തോ കിടന്ന് ഉറങ്ങിയപ്പോ ഞങ്ങൾ അറിയാതെ അല്പം ഞങ്ങൾ ക്ലോസ് ആയി പോയിന്ന് കരുതി. എന്ത് റോൾ ഉണ്ടായിട്ടാ? ஏய் என்ன நீ ஜாஸ்தி பேசுற? வாய மூடிட்டு ஒழுங்கா பின்னாடியே வா. ஏய் செல்வி சார். மேடம் ரூல்ஸ் பேசுறாங்க. வண்டியில ஏத்து. വാങ്ക മാഡം. എന്നെ വിടും സർ. ഇതെന്തൊരു അനീതിയോ? ദയവേത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ஏய் நீ சொல்றதெல்லாம் நான் கேட்க முடியாது. സ്റ്റേഷനിൽ வந்து நான் சொல்றது நீ கேளு. வா. സർ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാന്ന് അത് സാർ മനസ്സിലാക്ക്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടെ കേൾക്കാതെ എന്തൊക്കെയാ സാർ ഇത്? സർ ദിസ് ഇസ് നോട്ട് റൈറ്റ് സർ. പറഞ്ഞത് ചെയ്യടാ. അധികം വർത്താനം പറഞ്ഞാ കേസ് കോംപ്ലിക്കേറ്റ് ആയി പോയിടും. പുരിയുതാ? ഏത് വന്നാലും സ്റ്റേഷനിൽ വന്ന് പേസ. ഏതായിരുന്നു സ്റ്റേഷനിൽ വന്ന് പേസിക്കോ. വാ വാ സെൽവി കൂട്ടിട്ട് വാ. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശ്രീകർ സർ നിങ്ങളൊന്ന് പറ. സർ പ്ലീസ് സർ, വേണമെങ്കിൽ ഞാൻ വരാം സർ. ഇവിടെ കൊണ്ടുപോകരുത് പ്ലീസ് സർ. ഏയ് സർ എന്നെ കിണ്ടലാ തൊലച്ചിടുവേ. അതല്ല സർ, ഈ പെൺകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ് സർ. വായ് മൂട്. സർ വാ സർ പ്ലീസ് സർ. വാടാ. സർ, പേസാമ വാടാ. സർ, പറയുന്നൊന്ന് കേക്ക് സർ. സർ ഞാനൊരു മീറ്റിംഗിന് വേണ്ടി സർ, ചെന്നൈയിലേക്ക് പ്ലീസ് വന്നതാ. സർ. ഏയ് ഏതുവായിരുന്നാലും സ്റ്റേഷനിൽ വന്ന് പേസാമ വാ. സർ ഒരു മിനിറ്റ് ഞാൻ ഏയ്, പറയുന്നത് വാ. കേൾക്ക് സർ പ്ലീസ് സർ. സർ സർ ദയവായി നിങ്ങൾ പറയുന്നൊന്ന് ഞങ്ങൾ കേക്ക്. തെറ്റ് ചെയ്തിട്ടില്ല സർ. സർ പ്ലീസ്. സർ, വായ് സർ, മൂടിട്ട് ഒന്ന് വാ. പറയുന്നത് കേൾക്ക് സർ, സർ. ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ. ശ്രീകർ സർ ഒന്ന് പറ സർ. ഏയ് ഏറ് വണ്ടിയിൽ. സർ പ്ലീസ് സർ, പ്ലീസ് സർ. കേറടി. സർ പ്ലീസ് സർ. ഞങ്ങൾക്ക് അറിയാത്ത നാട്ടില് ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ നാണം കെടുത്തരുത് സർ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞങ്ങളെ വെറുതെ വിടണം സർ. വണ്ടി കയറ്. വണ്ടി കയറ്. അവനെ താൻ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അതല്ല ശ്രീകർ. ഞാൻ കൂടെയില്ലേ, ഒന്നും സംഭവിക്കില്ല. സെൽവി സർ. വണ്ടിയിലെത്ത്. അവനെ സർ ദയവായി ഞാൻ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. കേൾക്കണം. കേരമാ. സർ, അവനെ പേടിക്കല്ലേ, ഞാനിവിടെ ഉണ്ടല്ലോ. സത്യത്തിൽ എനിക്കൊന്നും എന്താ സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. இறங்க. என்ன சார் உங்களுக்கு ஸ்பெஷல் இன்விடேஷனா? இறங்குங்க.